പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന കേരള PSC എക്സാമുകളിൽ നമുക്കൊന്നിച്ച് പഠിച്ചു മുന്നേറാം. ജനുവരി 11th 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാം നടക്കുകയാണ്. അന്ന് നടക്കാനിരിക്കുന്ന എക്സാമിന് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 30 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930. കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ, അദ്ദേഹം മലയാളിയാണ്. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന കായിക മേളയാണ് കളിക്കളം. സംസ്ഥാനത്തെ ആദ്യ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ്. US ആസ്ഥാനമായ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത ദാസിനെയാണ്. അദ്ദേഹം RBI മുൻ ഗവർണറായിരുന്നു. ഈയിടെ OBC സംവരണം 50% ഉയർത്തിയ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 2024 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് റോഡ്രി. മാഞ്ചസ്റ്റർ സിറ്റി താരമാണ് റോഡ്രി. ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്തിട്ട് നോക്കാം. ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930. കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഞാനീ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങളും കൂടി ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കണം കേട്ടോ. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന കായികമേള കളിക്കളം. സംസ്ഥാനത്തെ ആദ്യ മറൈൻ ഓഷ്യാനേറിയം നിലയിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര പദ്ധതി ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ്. US ആസ്ഥാനമായ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത ദാസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ശക്തികാന്ത ദാസിന് ശേഷം ചുമതലയേറ്റ RBI ഗവർണറുടെ പേര് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് കുറിച്ചിട്ട് പോണേ. ഈയിടെ OBC സംവരണം 50% ഉയർത്തിയ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. 2024 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് റോഡ്രി. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി താരമാണ്. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഐറ്റാന ബോൺമാറ്റിക്കാണ്. ബാഴ്സലോണ താരമാണ് ഐറ്റാന ബോൺമാറ്റി. 2024 സംസ്ഥാന സ്കൂൾ കായികമേള വേദി കൊച്ചിയിലാണ് 2024 സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത്. സംസ്ഥാന സ്കൂൾ കായികമേള ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ് ആണ്. അദ്ദേഹം ഹോക്കി താരമാണ്. ലോകത്ത് ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട് സോഫിയ. സോഫിയ എന്ന റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം സൗദി അറേബ്യ. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിലാവ്. സാഫ് അണ്ടർ 17 ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യയാണ്. അർബൻ ട്രാൻസ്പോർട്ട് ഇന്നൊവേഷനുള്ള ഹെഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് കൊച്ചി മെട്രോയ്ക്കാണ്. അപ്പോൾ കൊച്ചി മെട്രോയ്ക്കാണ് ഹെഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത്. നാറ്റോയുടെ, ഇപ്പോൾ ഈയിടെ വന്ന എക്സാമുകളിലൊക്കെ നാറ്റോ ഒരു പ്രധാന ടോപ്പിക്കാണ്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയാണ്. നെതർലാൻഡ്സിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു മാർക്ക് റൂട്ടെയാണ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ. 20ാമത്തെ ക്വസ്റ്റ്യനാണ്, സദനം PV ബാലകൃഷ്ണൻ ഏതു മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? അപ്പോൾ ഈയിടെ അടുത്ത് നടന്ന മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏതു മേഖലയിൽ ബന്ധപ്പെട്ട വ്യക്തികളാണെന്ന് ചോദ്യം വരാറുണ്ട്. സദനം P ബാലകൃഷ്ണൻ കഥകളി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച 10 ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. 2024 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് റോഡ്രി, മാഞ്ചസ്റ്റർ സിറ്റി താരമാണ്. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഐറ്റാന ബോൺമാറ്റിക്കാണ്. അത് ബാഴ്സലോണ താരമാണ് ഐറ്റാന ബോൺമാറ്റി. 2024 സംസ്ഥാന സ്കൂൾ കായികമേള വേദി കൊച്ചിയാണ്. പിന്നെ PR ശ്രീജേഷ് ആണ് സംസ്ഥാന സ്കൂൾ കായികമേള ബ്രാൻഡ് അംബാസിഡർ. അദ്ദേഹം ഹോക്കി താരമാണെന്ന് പറഞ്ഞു. ലോകത്ത് ആദ്യമായിട്ട് പൗരത്വം ലഭിച്ച റോബോട്ടാണ് സോഫിയ എന്ന റോബോട്ടിന് പൗരത്വം കൊടുത്ത രാജ്യം സൗദി അറേബ്യയാണ്. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിലാവ്. നിലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്
സാഫ് അണ്ടർ-17 ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യയാണ്. അർബൻ ട്രാൻസ്പോർട്ട് ഇന്നൊവേഷനുള്ള ഹെഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് കൊച്ചി മെട്രോയ്ക്കാണ്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയാണ്. അദ്ദേഹം നെതർലാൻഡ്സിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇനി സദനം PV ബാലകൃഷ്ണൻ ഏതു മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ കഥകളി മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് സദനം PV ബാലകൃഷ്ണൻ. ജലജന്മങ്ങൾ എന്ന നോവൽ എഴുതിയത് ആര്? എബ്രഹാം വർഗീസ്. ഏത് ഇന്ത്യൻ താരത്തിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ്? സാക്ഷി മാലിക്കിൻ്റെ. ഇനി ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഇരവിക്കുളം ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോടാണ്. മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി J. ജിഞ്ചു റാണി. അപ്പോൾ അതൊന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി J. ജിഞ്ചു റാണി. പുതുതായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ബംഗാളി, മറാത്തി, അസമീസ്, പാലി, പ്രാകൃത്. അങ്ങനെ 5 ഭാഷകൾക്കാണ് പുതുതായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇതുവരെയായിട്ട് 11 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ഉള്ളത്. ഈ ക്ലാസിക്കൽ ഭാഷാ പദവി മുന്നേ തന്നെ കിട്ടിയിരുന്നത് 6 ഭാഷകളാണ്. അതിൽ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013 ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അത് അശോകൻ ചെരുവിലിനാണ്. അദ്ദേഹത്തിൻ്റെ കാട്ടൂർക്കടവ് എന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിൻ്റെ വേതനം കേരളത്തിൽ ഇപ്പോൾ കൊടുക്കുന്നത് 346 രൂപയാണ്. കഴിഞ്ഞ തവണ അത് 333 രൂപയായിരുന്നു. അതിൽ 13 രൂപ വർദ്ധിപ്പിച്ചാണ് 346 രൂപയായിരിക്കുന്നത്. അപ്പോൾ ഈ വർധനവ് ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. 374 രൂപയാണ് ഹരിയാനയിൽ വേതനം നൽകുന്നത്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം. ജലജന്മങ്ങൾ എന്ന നോവൽ എഴുതിയത് ആര്? എബ്രഹാം വർഗീസ്. ഏത് ഇന്ത്യൻ താരത്തിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ്? സാക്ഷി മാലിക്. അപ്പോൾ ആ വിറ്റ്നസ്സിൽ തന്നെ സാക്ഷി ഉണ്ട്, കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവിക്കുളം ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട് ജില്ലയിൽ. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ജിഞ്ചു റാണിയാണ്. പുതുതായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ 5 എണ്ണമാണ്. ബംഗാളി, മറാത്തി, അസമീസ്, പാലി, പ്രാകൃത് എന്നിവ. ഇപ്പോൾ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം 11. അടുത്ത ക്വസ്റ്റ്യൻ, വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. അദ്ദേഹത്തിൻ്റെ കാട്ടൂർക്കടവ് എന്ന നോവലിനാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ വേതനം 346 രൂപയാണ്. 13 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഹരിയാനയ്ക്കാണ് ഏറ്റവും കൂടുതൽ. ഹരിയാനയിലാണ് വേതനം നൽകുന്നത് 374 രൂപ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മുടെ സഞ്ജീവ് ഖന്നയാണ്. അദ്ദേഹം 51st സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് നോക്കിയിട്ട് പോവുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.